ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഓണം ആഘോഷിക്കാമോ എന്ന ചോദ്യം ഓണക്കാലത്ത് പലപ്പോഴും ഉയർന്നു വരാറുണ്ട്. അതിൽ ക്രിസ്ത്യാനികളുടെ ചില കാര്യങ്ങൾ പറയാം. അമേരിക്കയിൽ ക്രിസ്ത്യാനികൾ എല്ലാവരും തന്നെ ഓണം ആഘോഷിക്കാറുണ്ട്. ചുരുക്കം ഫണ്ടമെൻ്റലിസ്റ്റ് ആയിട്ടുള്ള ചില ആളുകൾ ഓണം ആഘോഷിക്കാറില്ലായിരിക്കാം. അവരത് വലിയ മോശപ്പെട്ട കാര്യമായിട്ട്, അതൊരു ശിർക്ക്, ഈ മുസ്ലിം പദാവലി ഉപയോഗിച്ചാൽ ഭയങ്കര മോശപ്പെട്ട കാര്യമായിട്ട് കണക്കാക്കുന്നുണ്ടാകാം വളരെ ചുരുക്കം പേര്. ഇവിടെ അമേരിക്കയിലെ നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ ഒരുവിധപ്പെട്ട പള്ളികളെല്ലാം, കത്തോലിക്ക പള്ളിയാണേലും ഓർത്തഡോക്സ് പള്ളികളാണേലും മിക്കതിലുമൊക്കെ ഓണാഘോഷം ആ പള്ളിക്കകത്ത് തന്നെയുണ്ട്. പള്ളി എന്ന് പറഞ്ഞാൽ പള്ളിയുടെ ഹാളിലുണ്ട്. അവിടെ തന്നെ ഓണാഘോഷങ്ങൾ നടക്കുന്നു. ഓണം ഭക്ഷണം മാത്രമല്ല, ചില ആഘോഷ പരിപാടികളൊക്കെ, അത്തപ്പൂക്കളിടുകയും അതുപോലെ ചില കലാപരിപാടികൾ നടത്തുകയൊക്കെ, അങ്ങനെയുള്ള പരിപാടികളെല്ലാം നടക്കുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഈ നമ്മുടെ സംഘടനകൾ, ഈ സെക്യുലർ സംഘടനകളെല്ലാം അതിനെതിരെ ശക്തമായിട്ട് രംഗത്തുണ്ട്. ഈ ക്രിസ്ത്യാനികളൊന്നും പള്ളിയിലൊന്നും ഇത് ആഘോഷിക്കേണ്ട യാതൊരു കാര്യമില്ല എന്നാണ് അവർ പറയുന്നത്. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, പള്ളിയിൽ ആഘോഷിച്ച് കഴിയുമ്പം പിന്നെ ഈ സെക്യുലർ സംഘടനകൾ നടത്തുന്ന ആഘോഷത്തിന് ആളും ചെല്ലാതെ വരും. ഒരിടത്ത് ഓണം ഉണ്ട് കഴിഞ്ഞു. കാരണം പിന്നെ ഇനി ഒരു ഓണം കൂടി ഉണ്ണാനായിട്ട് പലർക്കും താല്പര്യം കാണില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പം എനിക്കും ഒരു വർഷം ഒരു 4-5 ഓണം ഉണ്ടെന്ന ഒരാളാണ് ഞാൻ. പല സംഘടനകളുടെയും പല പരിപാടികളിലുമായിട്ട് ഈ പലയിടത്തും നമ്മൾ കാണുന്ന ഈ ഓണം, ഈ അമേരിക്കയിൽ ഓണം ഒന്നുകൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നുകൂടെ ഉണ്ണാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല. പ്രധാനപ്പെട്ട കാര്യം ഈ മരവിച്ച ചോറ്, തണുത്ത് മരവിച്ച ചോറും കറികളും എല്ലാം കൂടി. ഇപ്പം നാട്ടിൽ ആ ചൂടോടുകൂടി ആ ചോറ് കിട്ടിക്കഴിയുമ്പോൾ അത് കഴിക്കാൻ, ചോറും കറികളും കിട്ടിക്കഴിയുമ്പോൾ അത് കഴിക്കാൻ തന്നെ ഒരു സുഖമാണ്. ആ ഇലയിൽ ഇങ്ങോട്ട് വിളമ്പി കിട്ടുമ്പോഴത്തേക്ക്. ഇവിടെ അതെല്ലാം തലേദിവസമോ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ച സാധനങ്ങളാണ്, തണുത്തതും മരിച്ചതും ഒക്കെ കൂടെ കൊണ്ടുവരും. അപ്പം പിന്നെ അത് ഈ പറയുന്ന ആവേശമൊന്നും തോന്നാറില്ല അത് കഴിക്കാനായിട്ട്. നേരെ മറിച്ച് ഈ ഫോമാ കൺവെൻഷനിലൊരു ഓണസദ്യ വിളമ്പുകയുണ്ടായി, തരക്കേടില്ലായിരുന്നു. നന്നായി പ്രതീക്ഷിച്ചിരുന്ന നല്ലതായിട്ട് തോന്നുകയും ചെയ്തു. അപ്പോൾ ഈ പള്ളികളിൽ ഈ ഓണം ആഘോഷിക്കുന്നതിൽ നമുക്കതിൽ ഒരു ഇറലവൻസും തോന്നുന്നില്ല. അതൊരു ഈ പള്ളിയുമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ ക്രൈസ്തവ വിശ്വാസവുമായിട്ട് പൊരുത്തപ്പെടാത്ത ഒരു കാര്യമാണെന്നുള്ളൊരു ചിന്താഗതിയില്ല. ഇപ്പം മുസ്ലിങ്ങൾ പലരും പറയുന്നത് ഭയങ്കര മോശപ്പെട്ട കാര്യമാണെന്ന് പറയുന്ന ഒരു വിഭാഗം മുസ്ലിങ്ങളെ കണ്ടിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പം ഞാൻ ആലോചിച്ചിരിക്കുന്നത്, ഈ യേശു ക്രിസ്തു ജീവിച്ചിരുന്നുണ്ടെങ്കിൽ മിക്കവാറും ഇങ്ങനെ ഒരു ഓണസദ്യ നടക്കുന്നുണ്ടെങ്കിൽ യേശുവും കൂടെ വരുമായിരിക്കും. ഈ കറിക്കുള്ള സാധനങ്ങൾ അരിയാനും ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ സഹകരിക്കുമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, എനിക്ക് തോന്നിയിരിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ കാനായിലെ കല്യാണത്തിനാണേലും ഈ വീഞ്ഞ് തീർന്നപ്പം ആരടാ വീഞ്ഞ് കുടിക്കുന്നതെന്ന് ചോദിച്ച് വഴിയെടുക്കുകയല്ല ചെയ്തത്, വീഞ്ഞ് ഉണ്ടാക്കി കൊടുക്കുക ചെയ്തത്. നമ്മൾ തലതിരിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ കൂടി. അപ്പോൾ ആ ആഘോഷങ്ങളും ഇതൊന്നും പാടില്ല, കേക്ക്സ് ആൻഡ് എയിൽ പാടില്ല എന്നുള്ള ആ പ്യൂരിറ്റൻ നിലപാടൊന്നും ഉള്ള ആളായിരുന്നില്ല ക്രിസ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ കരുതുന്നത്. അപ്പോൾ ഓണാഘോഷത്തിൽ ഒരു തെറ്റും കാണുന്നില്ല. ഓണം ആഘോഷിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസമോ ഭക്തിയോ എന്തെങ്കിലും കുറവ് വരുന്നു എന്നൊരർത്ഥവുമില്ല. അല്ലെങ്കിൽ അവർ അന്യദേവനെ പൂജിക്കുകയാണ് നമ്മൾ ചെയ്യുന്നതെന്ന്. ഒന്നാമത് ഈ അന്യദേവൻ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സങ്കല്പം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ദൈവം ഉണ്ടെങ്കിൽ ഒരു ദൈവം, പല ദൈവം ഉണ്ടാകാൻ വഴിയില്ല എന്നാണ് ഈ എന്നെപ്പോലുള്ളവർ കരുതുന്നത്. അപ്പോൾ എവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും എവിടെ നിന്ന് ഈ സാധാരണ പറയുന്ന ചൊല്ലുണ്ട്, മഴ എവിടെ പെയ്താലും കാട്ടിലോ പുൽമേട്ടിലോ അല്ലെങ്കിൽ ഈ മറ്റേതൊരു ഭാഗത്ത് പെയ്താലും അത് ഒടുവിൽ സമുദ്രത്തിൽ ചെന്ന് ചേരുന്നു എന്ന് പറയുന്ന പോലെ ഭക്തിയും വിശ്വാസവും അതെവിടെയാണെങ്കിലും ഒരിടത്താണ് ചെന്ന് വധിക്കുക എന്നാണ്. അത് ഹൈന്ദവ വിശ്വാസപ്രകാരമുള്ള കാര്യമാണ് എന്ന് പറയുന്നത് കുറച്ച് ശരിയാണെന്ന് തോന്നുന്നു. അപ്പം ക്രിസ്ത്യാനി അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിക്കുന്ന ആരോടാണ്? ദൈവത്തോട്. അപ്പം ദൈവം ദൈവത്തിൻ്റെ ആ പേര് ഓരോരുത്തരും ഓരോ രീതിയിൽ കണക്കാക്കുന്നു എന്നുള്ള രീതിയിലാണ് നമ്മളൊക്കെ വളരെ സെക്യുലറായിട്ടും വളരെ ലിബറലായിട്ടും ചിന്തിക്കുന്നത്. എന്നാൽ പിന്നെ അങ്ങനെ ലിബറലായിട്ട് ചിന്തിക്കാത്ത ആളുകൾ വേറൊരു രീതിയിലും കണക്കാക്കും. അത് ഭയങ്കര കുറ്റവും ഭയങ്കര മോശപ്പെട്ട കാര്യവുമാണെന്ന് വിചാരിക്കുന്നവരും ഉണ്ടാകും. എന്തായാലും ഈ സർവശക്തനായ ദൈവത്തെ നമ്മളങ്ങനെ ചെറിയ ഒരു നിസ്സാരനായിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ നോക്കി നടക്കുന്ന ഒരാളായിട്ട് നമ്മൾ കണക്കാക്കുന്നതും ശരിയാണോ എന്ന് തോന്നിപ്പോവാറുണ്ട്. നമ്മുടെയൊക്കെ ആ വിശ്വാസവും നമ്മൾ ദൈവത്തെ ഏത് രീതിയിലാണ് വിലയിരുത്തുന്നത്, നമ്മുടെ ചിന്താഗതിക്ക് അനുസരിച്ച് വിലയിരുത്തുന്നു എന്ന് പലപ്പോഴും തോന്നിയിട്ടുമുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയുള്ള ആ ചിലരുടെയൊക്കെ പിടിവാശി കാണുമ്പോൾ. എന്തായാലും ഓണാഘോഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അമേരിക്കയിൽ നമുക്കൊരു പ്രശ്നമില്ല. ഈ പള്ളികളിലൊക്കെ ആഘോഷിക്കുന്നതാണ് പ്രശ്നം, ആഘോഷിക്കാത്തതല്ല പ്രശ്നം. മറ്റു സ്ഥലങ്ങളിൽ ഈ ആഘോഷത്തെപ്പറ്റിയുള്ള അതിൻ്റെ തിയോളജി ആളുകൾ ചകഞ്ഞു നോക്കും. പക്ഷേ ഇവിടെ തിയോളജിയുടെ പ്രശ്നമൊന്നുമില്ല, പള്ളികളെല്ലാം ആഘോഷിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സെക്യുലർ സംഘടനകളെല്ലാം ദുർബലമായി പോകുന്നു. അതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട്
പള്ളികളൊന്നും ആഘോഷിക്കേണ്ടതില്ല എന്നാണ് ആ പിന്നെ സെക്കുലർ ആളുകൾ പറയുന്നത്, സെക്കുലർ സംഘടനകൾ പറയുന്നത്. പക്ഷേ പിന്നെ പള്ളികളിലൊക്കെ വരുമ്പോൾ, കാരണം പള്ളിയിൽ നിന്ന് ആളുകൾ പോകാതിരിക്കാനുള്ള ഒരു അടവാണത് എന്നാണ് ഇവർ പറയുന്നത്. പള്ളിയിൽ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കണം ആളുകളെല്ലാം, പള്ളിക്കാരിയോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പിള്ളേരാണെങ്കിലും ഈ സെക്കുലർ സംഘടനകളിലേക്കൊന്നും പോവാതെ ഇവിടെ തന്നെ എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ പിന്നെ പോകേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളൊരു സ്ഥിതി വരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും അമേരിക്കൻ പള്ളികളിലെ ശ്രദ്ധേയമായൊരു കാര്യം ഞാൻ കണ്ടിട്ടുള്ളത്, നമ്മുടെ ഈ പല കുട്ടികളും അരങ്ങേറ്റം അല്ലെ അതുപോലുള്ള നൃത്ത പരിപാടികളൊക്കെ നടത്താറുണ്ട് പള്ളിയുടെ ഹാളെന്ന് പറഞ്ഞാൽ പള്ളിയുടെ താഴെ തന്നെയായിരിക്കും, പള്ളിയുടെ അടിയിൽ. അപ്പോൾ അത് പലതും ഈ ഗണേശവന്ദനത്തോടുകൂടിയാണ് പലതും തുടങ്ങാറുള്ളത്. അപ്പോൾ അതിനൊന്നും നമ്മളൊരു കുറ്റമോ അതിനൊരു മോശമോ ആരും കാണുന്നില്ല എന്നുള്ള ആ ഒരു ലിബറൽ, അത്രയ്ക്ക് ഒരു ഉയർന്ന ചിന്താഗതി പുലർത്താനായിട്ട് നമുക്ക് അമേരിക്കൻ മലയാളികൾക്ക് കഴിയുന്നുണ്ടെന്നുള്ളത് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. നമ്മളിതൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും, ഈ ചെറിയ മീനായിട്ടുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല. അങ്ങനെ പിന്നെ ചെയ്താൽ നമ്മുടെ ഭക്തി അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം തകർച്ചയിലാകുമെന്നുള്ള ആ രീതിയിൽ ചിന്തിക്കുന്നുമില്ല. അതൊരു നല്ല കാര്യം തന്നെ. എന്തായാലും ഓണം ആഘോഷിക്കണം, എല്ലാ മലയാളിയും ആഘോഷിക്കണം. അത് നമ്മുടെ പൈതൃകവും നമ്മുടെ പാരമ്പര്യവുമാണ് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതിൽ മതത്തെ കൊണ്ടുവരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ ഓരോ കേരളീയനും ആഘോഷിക്കേണ്ട ഒരു ഉത്സവമാണത്. അതിൽ മതമോ ജാതിയോ മതമോ ഇതൊന്നും കൊണ്ടുവരേണ്ട ഒരു കാര്യവും ഇല്ലതാനും.